അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 126. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച തുടങ്ങുന്നത് സൂറത്തുൽ ബലദാണ്. അതിൻ്റെ നേരെ അർത്ഥതലമാണ് ഇന്ന് കേൾക്കുന്നത്. മറ്റു സൂറകളെല്ലാം നടത്തിയതുപോലെ ഓരോ ആയത്തുകളും വിശദീകരിച്ച് തുടർ ക്ലാസുകളിൽ നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ലാ, അങ്ങനെയല്ല. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ മക്ക എന്ന രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്. മക്ക എന്ന പുണ്യമണ്ണ്, ഇതിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ മക്ക എന്ന പുണ്യമണ്ണിനെ പിടിച്ച് ഞാൻ എങ്ങനെയാണ് സത്യം ചെയ്യാതിരിക്കുക? ഞാൻ എന്തുകൊണ്ടാണ് മക്കയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണമെന്നറിയുമോ? നബി തങ്ങളോട് പറയുന്നു, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ, തങ്ങൾ ഈ മണ്ണിൽ ഇറങ്ങി താമസിച്ചിട്ടുണ്ട്. തങ്ങൾ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച മണ്ണാണിത്. അങ്ങയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മക്ക എന്ന പുണ്യഭൂമിയെ പിടിച്ച് സത്യം ചെയ്യാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അതുകൊണ്ടാണ് മക്കയെ പിടിച്ച് സത്യം ചെയ്യുന്നത്. നബിയെ, അങ്ങയുടെ പാദസ്പർശനം കൊണ്ട് ഈ മക്ക അനുഗ്രഹീതമായിട്ടുണ്ട് എന്ന കാരണം കൊണ്ടാണ്. വവാലിദിൻ വമാ വലദ്, പിതാവും മക്കളും സാക്ഷിയാണ്. മക്ക എന്ന പുണ്യഭൂമിയും പിതാവും മക്കളും സാക്ഷിയാണ്. പിതാവും മക്കളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമും മക്കളുമാണ്. ആദമും ബനു ആദമുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് കഅബയുമായുള്ള ബന്ധം, മക്കയുമായുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ അപ്പുറത്ത് നിന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ മനുഷ്യനേക്കാളേറെ പഴക്കമുള്ള കഅബയെയും ആ കഅബയുമായി ബന്ധമുള്ള മനുഷ്യനെയും പിടിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യലോകമറിയാൻ ഒരു വലിയ സത്യം പറയുകയാണ്. എന്താണത്? അതാണ് സൂറയുടെ മർമ്മം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം പടച്ചത് കഷ്ടപ്പാടുകളുടെ നടുവിലാണ്. കഷ്ടപ്പാട് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെന്നർത്ഥം. മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെ അവന് കഷ്ടപ്പാടുകളാണ്. ഇതിൽ നിന്ന് അവൻ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ടായിരുന്നു. ഞാൻ ആരുമല്ല, ഈ ഭൂമിയിൽ ഞാനൊരു കൊച്ചു തമ്പുരാനല്ല,
ഞാനൊന്നുമല്ല, മറിച്ച് ഞാൻ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദുർബലനാണെന്ന തിരിച്ചറിവാ വേണ്ടിയിരുന്നത്. പക്ഷേ മനുഷ്യനിൽ അതല്ല ഉള്ളത്. അള്ളാഹു പറയുകയാണ്, ഇങ്ങനെയായിട്ടും മനുഷ്യനെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ പടച്ചിട്ടും അയഹ്സബു, ആ മനുഷ്യൻ വിചാരിക്കുന്നുവോ ധരിച്ചു വശാകുന്നോ, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ആ മനുഷ്യൻ്റെ മേൽ ഒരാൾക്കും കഴിവുകളില്ലെന്ന്, അവനെ പിടിക്കാൻ, അവനെ ഒതുക്കാൻ ആർക്കും കഴിയില്ലെന്ന് കരുതിയോ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെ കല്ലുവെച്ച ധിക്കാരിയായി പോകുന്നത് അല്പം പണമുണ്ടാകുമ്പോഴാണ്. ആ പണം വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ അങ്ങ് വലിച്ചെറിയുമ്പോൾ മനുഷ്യന് തോന്നും, ഇല്ല, എനിക്ക് 4 കാശ് കയ്യിലുണ്ട്, 10 കാശുള്ളവൻ്റെ പിന്നാലെ 4 ആളുമുണ്ടാകും. അപ്പോൾ അവന് തോന്നിപ്പോകുന്ന ധിക്കാരമാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. യഖൂലു, ആ മനുഷ്യൻ അവൻ്റെ സമ്പത്തിൻ്റെ തണ്ടിൽ അറിയാതെ പറഞ്ഞു പോകുന്നു, അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ എത്ര പണം ചെലവഴിച്ചവനാ, എത്ര പണമാ ഞാൻ തുലച്ച് കളഞ്ഞത്, എനിക്ക് പണം പുല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹുവോ റസൂലോ ദീനോ ഇതൊന്നും വിഷയമല്ല, ഞാനും എൻ്റെ പണവും അത് തന്നെയാണ് വിഷയം എന്നവന് തോന്നിപ്പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. ആ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരാൻ പോകുന്നുണ്ട്. അഹ്ലക്തു മാലൻ ലുബദ, എത്ര പണമാ ഞാൻ തുലച്ചു കളഞ്ഞത്. എന്നിട്ടുണ്ടോ മുഹമ്മദിന് എന്നെ പിടികൂടാൻ കഴിയുന്നു, മുഹമ്മദ് പറയുന്ന ഈ അള്ളാഹുവിന് എന്നെ പിടികൂടാൻ കഴിയുന്നു. ഇതൊന്നും സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുകയില്ല. അള്ളാഹു ചോദിക്കുന്നു, എന്തൊരു ധിക്കാരമല്ലേ. അയഹ്സബു അല്ലം യറഹു അഹദ്, ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പം ഇവനെ ആരും കാണുന്നില്ലെന്ന് ഇവൻ കരുതിയോ. ഇത്ര ധൈര്യമായിട്ട് അഹങ്കാരം വിളമ്പുന്നത് എന്തു പറ്റിപ്പോയി ഇവന്? ആരും ഇവനെ കാണുന്നില്ലെന്ന് കരുതിയിട്ടാണോ? അലം നജ്അൽ ലഹു ഐനൈൻ, ഇവന് 2 കണ്ണുകൾ, സുന്ദരമായ 2 കണ്ണുകൾ ഞാൻ നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ, 2 അധരങ്ങളും നാവും. അതെ, സുന്ദരമായ 2 കണ്ണുകളും നാവും ചുണ്ടുകളും എല്ലാം നൽകി. എന്തിനാണ് ഇവന് ഈ കണ്ണും മൂക്കും നാവും ഒക്കെ നൽകിയിട്ടുള്ളത്? ഒന്നിനുമല്ല. ഇതിവന് നൽകിയിട്ടുള്ളത് നൽകുക മാത്രമല്ല, വഹദൈനാഹുൻ നജ്ദൈൻ, അവന് നാം 2 റൂട്ടുകളും വിശദീകരിച്ചു കൊടുത്തു. ഈ വഴിയിലൂടെ പോയാൽ സ്വർഗത്തിൽ പോകാം, ഈ വഴിയിലൂടെ പോയാൽ നരകത്തിൽ പോകാം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നാൽ കണ്ണും കാതും ഇല്ലാത്തവനാക്കിയില്ല, അത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടവൻ അനാവശ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ച് ആ പണത്തിൻ്റെ ഹുങ്കിൽ എന്നെയും എൻ്റെ പ്രവാചകനെയും മറക്കുകയോ ഞങ്ങൾക്കെതിരെ ധിക്കാരം പറയുകയോ. ഓഹോ, ഇതെന്തൊരു അഹങ്കാരമാണ്. ഫലഖ്തഹമൽ അഖബ, ഇവൻ എന്തുകൊണ്ടാണ് കടമ്പ കടക്കാൻ തയ്യാറാകാതിരുന്നത്? എന്തിനാണ് അവന് കണ്ണ് നൽകിയത്? പാവപ്പെട്ടവരെ കാണാനായിരുന്നു. എന്തിനാണ് നാവും ചുണ്ടും നൽകിയത്? പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാനായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഫലഖ്തഹമൽ അഖബ, അവൻ കടമ്പ കടക്കാൻ തയ്യാറായില്ല? ഈ കണ്ണും നാക്കും മൂക്കുമൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി അവൻ കടമ്പ കടക്കേണ്ടിയിരുന്നു. ഞാൻ അവന് കടക്കാൻ നിർബന്ധമാക്കിയ കടമ്പ കടക്കേണ്ടിയിരുന്നു. ഒമാ ദിറാക്കമൽ അഖബ, ഏതാണ് ആ കടമ്പ എന്ന് നബിയെ തങ്ങൾക്കറിയുമോ? ഫക്കുറഖബ, അടിമയെ മോചിപ്പിക്കലാണ്, അല്ലെങ്കിൽ കുടുങ്ങിയവനെ അവൻ്റെ വിഷമത്തിൽ നിന്നും രക്ഷിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയുള്ള നാളിൽ അന്നദാനം നടത്തലാണ്. യതീമന്ദ മഖറബ, കുടുംബക്കാരനായ അനാഥക്ക്. ഔ മിസ്കീനന്ദ മത്രബ, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന അഗതിക്ക്. അതുമാത്രം പോരാ, ഈ കാരുണ്യ പ്രവർത്തനം നടത്തിയത് കൊണ്ട് ഉത്തരവാദിത്വം തീരുമോ? ഇല്ല. സുമ്മക്കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ, വിശ്വസിക്കുകയും അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ പെടുകയും വേണം. ഉലൈക അസ്ഹാബുൽ മൈമന, അവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. വല്ലദീന കഫറൂ ബി ആയാതിന, നമ്മുടെ ഈ പൊള്ളുന്ന വചനങ്ങളെയൊക്കെ ധിക്കരിച്ച്, അഹ്ലക്തു മാലൻ ലുബദ എന്ന് പറഞ്ഞ് ധിക്കരിച്ച് തള്ളിക്കളഞ്ഞവനില്ലേ, സമ്പത്തിൻ്റെ തണ്ടിലെല്ലാം മറന്നവൻ. ഹും അസ്ഹാബുൽ മശ്അമ, അവർ മഹാഭാഗ്യദോഷികളാണ്, ദുർഭകരാണവർ. അലൈഹിം നാറും മുഅ്സദ, വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട
നരകമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന ഓർമ്മ അവർക്കുണ്ടായേ പറ്റൂ. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ പറയുമ്പോൾ എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത, കാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹത്വം, സാന്ത്വന പ്രവർത്തനങ്ങളുടെ ആവശ്യകത, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൂറയിൽ അല്ലാഹു തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.